ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയേക്കാണ്. ഇത്ര നാൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് സ്കോട്ട്ലൻഡ് പോവാണ്, അതായത് എഡിൻബ്ര, സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബ്രയിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഉള്ള അവിടെ നിന്ന് ഫ്ലൈറ്റിൽ പോയിട്ട് തിരിച്ച് ഇന്ന് രാത്രി തന്നെ വരും. അങ്ങനെ ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു ട്രിപ്പാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ നമ്മൾ തന്നെയല്ല പോകുന്നത്, വേറൊരു വ്ളോഗറും കൂടി നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. ഇതാണ് മറ്റൊരു വ്ളോഗർ, ഇൻഫ്ലുവൻസർ മുഖം കാണിക്കുന്നത് മറ്റ് വളർന്നു വരുന്നൊരു യൂട്യൂബറാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് ആകെ നമ്മുടെ കയ്യിലുള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമാണ്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്നോ അങ്ങനെ ഒരു പരിപാടി അറിഞ്ഞുകൂടാ. എല്ലാം ചെന്ന് അപ്പാപ്പ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. രാവിലെ 8:30 ഫ്ലൈറ്റ്, ടെർമിനൽ 1 റൈനെയർ. അപ്പോൾ നമ്മൾ ഡബ്ലിൻ ബസ്സിൽ വന്ന് ഇറങ്ങി. നമുക്ക് ഇനി നേരെ റൈനെയറിൻ്റെ കൗണ്ടറിൽ പോയി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യണം. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്. ചെക്കിങ്ങിൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ കിട്ടി. ഇനി നേരെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി പോവാം. പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഗേറ്റ് വേണ്ടത് 109 ആണ്. നേരെ അവിടെ പോവുക, അവിടെ ഇരിക്കുക. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ 7:15 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗേറ്റിലേക്ക് കുറച്ച് നടക്കാനുണ്ടാവും. ഇനി പതുക്കെ ഓരോ കടയും നോക്കി ഗേറ്റുകളിലേക്ക് പോവാം. നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ഗൈസ്. ഇവിടെ ഓൾറെഡി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. കണ്ട ആൾക്കാരെല്ലാവരും ക്യൂ നിന്ന് ഫ്ലൈറ്റ് വന്നേക്ക് മുന്നേ ക്യൂ വെക്കണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ വന്ന് നിർത്തിയുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേക കാര്യം, ഇന്ന് നമ്മൾ റൈനെയറിൻ്റെ ബിസിനസ് ക്ലാസ്സിലാണ് പോകുന്നത്. ബിസിനസ് ക്ലാസ് ഒന്നല്ല, ഫ്രണ്ട് റോ സീറ്റാണെന്നുള്ളൂ. 1Bയും 1Cയും ആണ് നമ്മുടെ സീറ്റ്, ഏറ്റവും ഫ്രണ്ടിലുള്ളത്. വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഈ വീഡിയോ ആർക്കും ഉപകാരപ്രദമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒറ്റ ഡേയിൽ എഡിൻബ്ര സിറ്റി കാണാൻ പോകുന്നവർക്ക് ഉപകാരപ്രദമാവുമായിരിക്കും. പോയി കഴിയുമ്പോൾ അറിയാം. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ല. അവിടെ ചെന്നിട്ട് ഉപകാരപ്രദമാവോ അതോ നമ്മൾ ഇങ്ങനെ തെക്കോട്ട് നോക്കി കിടന്ന് കാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ജസ്റ്റ് രാവിലെ പോകുന്നു. രാവിലെ 9:30 അവിടെ ലാൻഡിങ്, തിരിച്ച് 11:30 അവിടെ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഷട്ടിൽ ബസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അത് കയറി എഡിൻബ്ര സിറ്റി പോയി പിന്നെ നടന്ന് കാണാമെന്ന് വിചാരിച്ചങ്ങനെ. പോയി നോക്കാം എന്തായാലും. ഇതാണ് ഗൈസ് നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ്. ഭയങ്കര സൗണ്ടാണ് ഫ്ലൈറ്റിൻ്റെ, അതുകൊണ്ട് കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ബോയിങ് 737 ആണ് നമ്മുടെ ഫ്ലൈറ്റ്. അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ ഫൈനൽ കോളിലാണ് നമ്മൾ കയറി വന്നത്. ഓടിപ്പിടിച്ച് കയറി വന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ഇവിടെ ക്യൂ നിൽക്കാനാണ്, ആൾക്കാർ ക്യൂ നിൽക്കണുണ്ടോ. ഇതുപോലെ ക്യൂ നിൽക്കാൻ വേണ്ടി ഓടി വന്നതാ. പിന്നെ നമ്മൾ ഫ്രണ്ടിലിരിക്കണോണ്ട് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി എളുപ്പമായിരിക്കും. കാരണം ഡോറിൻ്റെ നേരെ ഫസ്റ്റ് റോ സീറ്റാണല്ലോ. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു ഗൈസ്. കാരണം നമ്മൾ ഫ്ലൈറ്റിൽ ഏകദേശം കയറാറ്. നമ്മുടെ സീറ്റ് ഫസ്റ്റ് റോ തന്നെയാണ്. ഈ പ്രായം കുറഞ്ഞൊരു പുള്ളിയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ്, ഫ്രണ്ട് റോ സീറ്റ് തന്നെ. നമ്മൾ കയറി ഡോറിൻ്റെ അടുത്ത് തന്നെയുള്ള സീറ്റ്. ഈ സീറ്റിൻ്റെ പ്രത്യേകത ലെഗ് സ്പേസ് കൂടുതലാണ്. അതായത് ഹൈറ്റ് കൂടുതലുള്ളവർക്കും കാല് നന്നായി നീട്ടി വെക്കേണ്ടവർക്കൊക്കെ ഈ സീറ്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റും. പൈലറ്റ് അവിടെ ഇരിപ്പുണ്ട്. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയാമോ. ഹോസ്റ്റസ്മാർ ഇവിടെ ഇരിക്കുമായിരിക്കും. ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൂർത്തിരിക്കണം കേട്ടോ. ഏറ്റവും ഫ്രണ്ട് റോ ആയതുകൊണ്ട് അങ്ങനെയാണ്. വാഷ്റൂം പോകാനൊക്കെ എളുപ്പമാണ്. അതുപോലെ നിർത്തി കഴിയുമ്പോൾ ഇറങ്ങി പോകാൻ എളുപ്പമായിരിക്കും. ആദ്യം ഡോർ തുറന്ന് ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് നമ്മളാണല്ലോ. വേറൊരു പ്രശ്നമുള്ളത്, ബാഗ് ഇവിടെ സാധാരണ ഫ്രണ്ടിലെ സീറ്റിൽ താഴെയാണ് വയ്ക്കാറ്. ഇവിടെ ഫ്രണ്ടിലെ സീറ്റില്ലാത്തതുകൊണ്ട് അവർ മുകളിൽ വയ്ക്കാൻ പറഞ്ഞു. മുകളിൽ ഇവിടെ ഫില്ല, അതുകൊണ്ട് കുറച്ച് ഇറങ്ങിയാൽ മുകളിൽ വെച്ച് തല അടികൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെടുക്കാൻ ചിലപ്പോൾ വൈകുമായിരിക്കും. ബാക്കിയെല്ലാം ഓക്കെയാണ്. ലാഡർ എങ്ങനെ മടക്കണേന്ന് കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഫ്രണ്ട് റോയിലിരിക്കണം. ഈ പുള്ളി നടക്കിയില്ല. ഇത് ഇതിൽ തന്നെയുള്ള ലാഡർ കേട്ടോ. സാധാരണ മറ്റേ അവിടെ കിടക്കണ പോലത്തെ സാധനങ്ങളൊക്കെ വെക്കാറ്. പ്രാവശ്യം അതല്ല, അത് ഫ്ലൈറ്റിൽ നിന്ന് തന്നെയുള്ള ലാഡറാണ് അത് വെച്ചാണ്. അതേ കോണി പോലും വേറെ എന്തിനുള്ളത് തന്നെ മടങ്ങും. മടങ്ങിയില്ല, ഡോറടച്ചില്ല. ഇതിൽ തന്നെ കേട്ടോ മടങ്ങി പോകണേ. കണ്ടോ അടിയിലേക്ക് കയറി പോകണം കേട്ടോ. ചെറിയ ഗ്യാപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. റൈനെയറിലെ വാഷ്റൂം നിങ്ങളാരും കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വാഷ്റൂം. ഇതാണ് ഗൈസ് റൈനെയറിൻ്റെ ഉള്ളിലെ വാഷ്റൂം. അതുണ്ടോ, കുട്ടി വാഷ്റൂം. അത്രയേ ഉള്ളൂ. ഇത് 0.5 എക്സലിട്ടിട്ടാണ് എത്രയും.
ഒരാൾക്ക് നേരെ ഇങ്ങനെ നിൽക്കാം, അതുപോലെ തന്നെ ഇറങ്ങി പോവാം. അത്രയുള്ള സ്ഥലമുള്ളൂ. വേണ്ട കുഞ്ഞൊരു സ്ഥലം ഫ്രണ്ടിൽ തന്നെ, പുറകിലും ഇതുപോലെ ഒരെണ്ണം കാണും. ഇങ്ങനെയാണ് ഗൈസ് ഡോറ് തുറക്കുന്നത് ഫ്ലൈറ്റിൻ്റെ. പുള്ളി തുറന്നു, വേറെ വണ്ടിയൊന്നും വരാനില്ല. കോണി ഇതിൽ നിന്ന് തന്നെ വന്ന കോണിയാണ്. കണ്ടോ ലാഡർ കണ്ടോ, ഇതിൻ്റെ തന്നെ ലാഡറാണ്. അങ്ങനെ നമ്മൾ മൂന്നാമതായിട്ട് ഇറങ്ങി ഗൈസ്. ഇവരിതെല്ലാം ഫിക്സ് ചെയ്ത് കഴിയണമായിരുന്നു, എന്നിട്ട് ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ. കണ്ട ഫ്രണ്ടിലിരുന്നുള്ള ഗുണം പെട്ടെന്ന് ഇറങ്ങി പോവാം. അതേ അവിടെ ഡെൽറ്റയുടെ വലിയൊരു ഫ്ലൈറ്റ് വരും. ഇപ്പം എങ്ങോട്ടാ പോണേന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചിട്ടാ പോണേ? ഓ അയാള് പുള്ളിയുടെ പിന്നാലെ പോരെന്ന് പറഞ്ഞു, നമ്മൾ പുള്ളിയുടെ പിന്നാലെ പോകുന്നു. റയനെയർ വന്നു. റയനെയറിൽ കയറാനുള്ളവർ അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. കണ്ടോ ആ സൈഡിൽ നിൽക്കുന്നുണ്ടോ, അവരിതീ കയറാനുള്ളവരാണ്. നമ്മുടെ ഫ്രണ്ടിലിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകാൻ പറ്റും. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 45 മിനിറ്റ് എടുത്തുള്ളൂ. അവിടുന്ന് 8:35 ടേക്ക് ഓഫ് ചെയ്തു. ഇവിടെ എത്രയാ 9:20 9:25 കണ്ട് ലാൻഡ് ചെയ്തു. ഒരാളില്ല കേട്ടോ. ഇത് കണ്ടോ, എല്ലാ ബെൽറ്റുകളും കാലിയായി കിടക്കുന്നു. ഇപ്പോൾ വേറെ ഫ്ലൈറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ ആദ്യം പോയ ആൾ പോയി, പിന്നെയുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ മതിയല്ലോ. ഇവിടെ വരുമ്പോൾ അതേ സിറ്റി എയർപോർട്ടിൽ നിന്ന് സിറ്റി പോകാൻ ബസ്സുണ്ട്. സിംഗിൾ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 550 പൗണ്ടും റിട്ടേൺ ആണെങ്കിൽ 8 പൗണ്ടും. അതുപോലെ വേറെ എന്തിട്ടുള്ളേ ഇനി അത് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇനി എങ്ങനെ പോകണ്ടേ ഒരു പിടുത്തമില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്കിനി ബാക്കിയുള്ളവർ പോകുന്നതനുസരിച്ച് പോകാം. ഇപ്പോൾ സിറ്റി പോകാൻ ട്രാമുണ്ട്, ബസ്സുണ്ട്, പിന്നെ ടാക്സി അത് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ മിക്കവാറും ബസ് എടുത്ത് പോകാനേ ചാൻസ് ഉള്ളൂ. ഇനി എല്ലാം നമുക്ക് മാപ്പ് നോക്കി പോവാം. നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ബസ് ഇൻഫോർമേഷനൊക്കെ കാണാൻ പറ്റും. കണ്ട ഫാസ്റ്റ് എഡിൻബ്ര എന്ന് പറഞ്ഞ് സിംഗിൾ എൻട്രി 5 യൂറോയും റിട്ടേൺ ആണെങ്കിൽ 7 യൂറോ അല്ല കേട്ടോ, സോറി പൗണ്ടാണ് ഇവിടെ, പൗണ്ടും. അപ്പോൾ ഇതായിരിക്കും ഭേദം. പക്ഷെ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് എനിക്ക് തോന്നുന്നു റിട്ടേൺ അടക്കം 8 പൗണ്ടായിരുന്നു. നമുക്ക് തൽക്കാലം ഇതെടുത്ത് സിറ്റി പോവാം. എവരി 30 മിനിറ്റ്സിലൊക്കെ ഉണ്ടെന്നാണ് പറയണേ. ഇത് ആ കിടക്കണ ബസ്സിൽ കയറി പോവാം. പുള്ളിയുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുക്കട്ടെ. നമ്മൾ ബസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. താങ്ക് യു. നമുക്ക് ബസ്സിൽ എവിടെ ആണെങ്കിലും ഇരിക്കാം. നമ്മൾ വേവർലി ബ്രിഡ്ജിലെത്തി ഗൈസ്. താങ്ക് യു. ലീഫ്ലെറ്റ് ഉണ്ട്, നമുക്ക് എല്ലാം മറച്ചു നോക്കാം. ഇതാണ് വേവർലി ബ്രിഡ്ജ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടേക്കൊക്കെയോ പോകണം. കുറച്ച് ലീഫ്ലെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബസ് ലൈനും അത് ഇതൊക്കെ ആയിട്ട്. ഓ ട്രാം ലൈനും അത് ഇതൊക്കെയാണ്. അതുപോലെ ഇവിടെ ബസ് വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കട്ടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ ബസ് ഇറങ്ങിയതാണ് ഇവിടെ വേവർലി ബ്രിഡ്ജ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. നമുക്ക് തിരിച്ച് വേണമെങ്കിൽ ഇവിടെ തന്നെ കയറാം എയർപോർട്ടിലോട്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്നതാണ് എഡിൻബ്ര കാസിൽ. ഒരു വലിയൊരു മലയുടെ മുകളിൽ നിൽക്കണുണ്ടോ, വലിയൊരു സ്ഥലം. നമുക്ക് അങ്ങോട്ടൊക്കെ നടക്കാം. അതിൻ്റെ ഉള്ളിൽ കയറാൻ പൈസ കൊടുക്കണം, പക്ഷെ നമുക്ക് പുറത്തുനിന്നൊക്കെ കാണാമല്ലോ. അതുപോലെ ആൾക്കാർ ഇന്ന് ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് പുറത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ചേരാപ്പാറ സിറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ കാണാം. ഇത് ചുമ്മാ ബസ്സുകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. നമ്മളെന്തായാലും ബസ് എടുക്കണമല്ലോ. എഡിൻബ്ര നമുക്ക് നടന്ന് കാണാം. സ്കോട്ടിഷുകാരുടെ മെയിൻ കോസ്റ്റ്യൂമാണ് ആ കാണുന്നത്. കണ്ടോ പാവാട. പുള്ളി അവിടെ നിന്ന് പാട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ടല്ല, PP വായിച്ചുകൊണ്ടിരിക്കുന്നു. PP അല്ല, ഇതിനെന്തോ പറയും. ഇവരുടെ എന്തോ സാധനം. ഇവരുടെ മെയിൻ കോസ്റ്റ്യൂമാണത്, പാവാടയും അങ്ങനത്തെ സാധനം. ഈ കാണുന്നത് എന്തോ അതെ ഇതെന്തോ വലിയൊരു സംഭവമാണ്. സ്കോട്ട് മോണുമെന്റ് ഒക്കെ കണ്ട അവിടെ എഴുതി വെച്ചാൽ കുറെ ആൾക്കാർ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ട് കാണാൻ കൊള്ളാം. ഇത് കണ്ടോ, ഇത് സർ വാൾട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞൊരു ഓതർക്ക് വേണ്ടിയുള്ള ഒരു മോണുമെന്റ് ആണ്. ലോകത്തിലൊരു ഓതർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ മോണുമെന്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ ദൂരെ നിന്ന് കണ്ട കാസിൽ. ഇപ്പോഴും ദൂരെ തന്നെയാട്ടോ, എന്നാലും ഈ കാണുന്നതാണ് കാസിൽ. ആ വലിയൊരു മലയുടെ മുകളിൽ കണ്ടോ, ഇത്രയും അവിടെ ആൾക്കാരൊക്കെ കണ്ട് മുകളിൽ കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. കാസിലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു. നമ്മൾ ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് കാസിലിൻ്റെ ഉള്ളിലൊന്നും കയറാനില്ല, പുറത്തുനിന്ന് കാണേണ്ടത് മാത്രമേ ഉള്ളൂ. അതുപോലെ കണ്ടോ ബിൽഡിങ്ങുകളെല്ലാം ഒരു പഴമയുണ്ട് എല്ലാ ബിൽഡിങ്ങുകളിലും.
ഒരുവിധം എല്ലാ ബിൽഡിങ്ങുകളും ഒരുപോലെയുമാണ് കണ്ടോ ഇവിടെയൊക്കെ. നമുക്ക് ഇനി മുന്നോട്ട് അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. നമ്മൾ ആ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ നടന്നു വന്നു. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ എഡിൻബ്ര കാസിൽ തന്നെ. അവിടെ നിന്ന് കുറേ നടന്ന് നമ്മൾ ഇവിടെ എത്തി. അവിടെ കാൾട്ടൺ ഹില്ലിലെത്തി. ഇവിടെ ഓൾറെഡി ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്കോട്ട്ലൻഡ് വന്ന വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാൾട്ടൺ ഹില്ലിൽ കയറാൻ ആ വീഡിയോ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എഡിൻബ്ര സിറ്റി ഒരുവിധം നമുക്ക് കാണാം. അപ്പോൾ അതുപോലത്തെ ഒരു ഹില്ലാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഒരുവിധം നല്ല കയറ്റാട്ടാ. നമ്മളിങ്ങനെ ക്യാമറ കൂടെ കാണുമ്പോൾ അറിയില്ല എന്നുള്ളത്. അവിടെ ഒരാൾ ഏന്തി വലിച്ച് കയറിയവനാണ്. അത്രയ്ക്കും വേണ്ടായിരുന്നു. എനിവേ നല്ല അത്യാവശ്യം സ്റ്റീപ്പാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഈ വഴിക്കല്ലായിരുന്നു, വേറെ വഴിക്കായിരുന്നു. നമ്മൾ കയറി വന്നത് ആ വഴിക്കാൻ കണ്ട. നമ്മൾ നേരത്തെ കണ്ടത് കാസിലാണ് അവിടെ കാണുന്നത്. അതുപോലെ നേരത്തെ ഒരു മോണുമെൻ്റ് പറഞ്ഞില്ലേ ഒരു ഓതറിൻ്റെ പേരിൽ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം എഡിൻബ്ര സിറ്റി മൊത്തത്തിൽ കാണാം. അവിടെ കടലും ഷിപ്പ് പോകുന്നതും എല്ലാം കാണാം. അവിടെ ഒരു ക്രൂയിസൊക്കെ കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ ഇത് നാഷണൽ മോണുമെൻ്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. കണ്ടോ കുറേ പില്ലേഴ്സ് വെച്ചുള്ള സംഭവം. വെയിലായതുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇനി നാഷണൽ മ്യൂസിയം അങ്ങനെ എന്തൊക്കെയുണ്ട് സ്കോട്ട്ലൻഡിൻ്റെ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ചു. എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുമല്ലോ. അപ്പോൾ ഡബ്ലിനിൽ നിന്ന് ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ബാക്കിയുള്ളതും തിരിച്ചു പോണതും അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.